ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, മഹാഭാരത കഥയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്ന ശിശുപാലനെ എല്ലാവർക്കും അറിവുള്ളതല്ലേ? അദ്ദേഹം ചേതി രാജ്യത്തിലെ രാജാവായിരുന്നു. ചേതി രാജാവായിരുന്ന ദമഘോഷൻ്റെയും വസുദേവ സഹോദരിയായ ശ്രുതസ്രവയുടെയും പുത്രനായിരുന്നു ശിശുപാലൻ. സഹോദരൻ്റെയും സഹോദരിയുടെയും പുത്രന്മാരാണ് ശ്രീകൃഷ്ണനും ശിശുപാലനും. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വൈരിയായിരുന്നു ശിശുപാലൻ. കാരണം കൃഷ്ണൻ്റെ മഹത്വവും ശക്തിയും ശിശുപാലനെ അസൂയപ്പെടുത്തി. കൂടാതെ ശിശുപാലന് നിശ്ചയിച്ചിരുന്ന രുക്മിണിയെ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചതും ഭഗവാനോട് ദ്വേഷമുണ്ടാവാൻ പ്രധാന കാരണമാണ്. കൃഷ്ണനെ അപമാനിക്കുന്നതാണ് ശിശുപാലൻ്റെ പ്രധാന വിനോദം തന്നെ. ശിശുപാലൻ്റെ 100 തെറ്റുകൾ വരെ ക്ഷമിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ 100-ലധികം തെറ്റുകൾ ആയപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്താൽ അവനെ സംഹരിച്ചു. എന്നിരുന്നാലും ശിശുപാലൻ്റെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ ലയിച്ചു ചേരുകയാണുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ്വേഷത്തോടെയാണെങ്കിലും ഓരോ നിമിഷവും ശിശുപാലൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇതാണ് വൈരഭക്തി എന്ന് പറയുന്നത്. അപമാനിക്കാനാണെങ്കിലും എപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീകൃഷ്ണൻ. ഇനി നമ്മുടെ ഭക്തിയെപ്പറ്റി ചിന്തിച്ചാൽ, നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുവാൻ ഭഗവത് നാമങ്ങൾ പാടുന്നു, ഗീതങ്ങൾ പാടുന്നു, സ്തോത്രങ്ങൾ ചൊല്ലുന്നു. ഇവിടെ നടക്കുന്നതും എന്താണ്? ഭഗവാനെ ഉള്ളിൽ നിലനിർത്തുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് മേൽ പറഞ്ഞവയൊക്കെ. വൈരഭക്തിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് എന്തിനെന്നാൽ, ഭഗവാൻ ശ്രീനാരായണ പരമഹംസ ദേവനോട് കടുത്ത വൈരമുണ്ടാവുകയും തൃപാദങ്ങളെ അപമാനിക്കുകയും ചെയ്ത കുട്ടനാട്ടിലെ മാമ്പഴക്കരിയിലെ അയ്യപ്പൻ പിള്ള ഗുരുഭക്തനായി മഹാഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായി മാറിയ കഥ പറയുന്നതിനു വേണ്ടിയാണ്. മാമ്പഴക്കരിയിലെ ഒരു യാഥാസ്ഥിതിക നായർ തറവാട്ടിലെ അംഗമായിരുന്നു അയ്യപ്പൻ പിള്ള. അയിത്തവും തൊട്ടുകൂടായ്മയും പോലുള്ള പഴയ മാമൂലുകൾ വെച്ചു പുലർത്തിയ ആളായിരുന്നു അയ്യപ്പൻ പിള്ള. ഒരിക്കൽ അയിത്ത ജാതിക്കാരനായ ഒരു കർഷകൻ പാടവരമ്പിലൂടെ തനിക്ക് അഭിമുഖമായി വന്നപ്പോൾ അവനെ ചെളി നിറഞ്ഞ പാടത്ത് അടിച്ചു വീഴ്ത്തി കളഞ്ഞു അയ്യപ്പൻ പിള്ള. എന്നിട്ട് ഒരു ഭാവഭേദവും കൂടാതെ നടന്നു പോവുകയും ചെയ്തു. ആരോഗ്യ ദൃഢഗാത്രനായ വെളുത്ത നിറമുള്ള അദ്ദേഹത്തെ നാട്ടുകാർക്ക് ഭയമായിരുന്നു. മഹാഗുരുവിനെ പറ്റി കേട്ടറിവ് മാത്രമേ അയ്യപ്പൻ പിള്ളയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആളുകൾ ഗുരുവിൻ്റെ മഹത്വം പറയുന്നത് കേൾക്കുന്നത് തന്നെ അയ്യപ്പൻ പിള്ളയ്ക്ക് പുച്ഛമായിരുന്നു. ഗുരുവിനെ ആളുകളുടെ ഇടയിൽ മോശക്കാരനാക്കുവാൻ അയ്യപ്പൻ പിള്ളയ്ക്ക് ഉത്സാഹമായിരുന്നു. ഒരു സ്വാമി വന്നേക്കണു, ആരാണ് ഇവനൊക്കെ സന്യാസം കൊടുത്തത്? സന്യാസം സ്വീകരിക്കേണ്ടത് ഒരു ഗുരുവിൽ നിന്നാണ്. അതൊന്നുമില്ലാതെ ഒരു തട്ടിപ്പുകാരൻ വന്നിരിക്കുന്നു ആളുകളെ പറ്റിക്കുവാൻ. അയാളുടെ ജാലവിദ്യയിൽ ജനങ്ങൾ ഭ്രമിച്ചിരിക്കുകയാണ്. അയിത്തജാതിക്കാരനായ ഇയാൾ ഗുരുവാണ് പോലും, ചിലർക്ക് ദൈവവും. ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ വേണം തല്ലാൻ എന്ന് പറഞ്ഞ് കടുത്ത രീതിയിൽ അയ്യപ്പൻ പിള്ള ഗുരുവിനെ ആക്ഷേപിച്ചു പോന്നു. എന്തായാലും ആളെ ഒന്ന് കാണാൻ തന്നെ അയ്യപ്പൻ പിള്ള തീരുമാനിച്ചു. അതിൻ പ്രകാരം കൂട്ടുകാരുമൊത്ത് ആലുവ ശിവരാത്രിക്ക് പോകുവാൻ തീരുമാനിച്ചു അയ്യപ്പൻ പിള്ള. ആലുവയ്ക്ക് പോയാൽ 2 ഗുണം. ഒന്ന്, ശിവരാത്രി കൂടാം, പിന്നെ ഗുരുവിനെ കണ്ട് ഒന്ന് പരീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ അയ്യപ്പൻ പിള്ള ആലുവ മണപ്പുറത്തെത്തി. ശിവരാത്രി കണ്ട് തൊഴുതിട്ട് അയ്യപ്പൻ നേരെ പോയത് അദ്വൈതാശ്രമത്തിലേക്കായിരുന്നു. ഗുരുവിനെ അദ്ദേഹം നേരിൽ കണ്ടു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തേജോമയനായ ഒരു പുരുഷരൂപം. വന്ദിക്കണമോ നിന്ദിക്കണമോ എന്ന തേങ്ങലിൽ അയ്യപ്പൻ പിള്ള വല്ലാതെ കുഴങ്ങി. യാഥാസ്ഥിതിക ചിന്തകന് തൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അയ്യപ്പൻ്റെ മനസ്സ് മാറി. ആ തേജോമയൻ തന്നെ അവിടേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ അയ്യപ്പന് തോന്നി. ആൾ തിരക്കൊഴിഞ്ഞതും എല്ലാം മറന്ന് ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് അയ്യപ്പൻ പിള്ള വീണ് നമസ്കരിച്ചു. ഗുരുദേവൻ അയ്യപ്പനോട് വിവരങ്ങൾ എല്ലാം തിരക്കി.
തൻ്റെ എല്ലാ ഭാവങ്ങളും ഗുരു മനസ്സിലാക്കിയതുപോലെ അയ്യപ്പന് തോന്നി. ഏതോ അവാച്യമായ ഒരനുഭൂതി വന്ന് തഴുകുന്നതായി അയ്യപ്പന് തോന്നി. ആ തേജോമയൻ തന്നെ അക്ഷരാർത്ഥത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് അയ്യപ്പന് മനസ്സിലായി. അവിടെ നിന്ന് യാത്ര ചോദിച്ച് പിരിയുവാൻ അയ്യപ്പൻ പിള്ളയ്ക്ക് വയ്യാതായി. ഇപ്പോൾ പൊയ്ക്കോളൂ, ഇനിയും വരാമല്ലോ എന്ന് പറഞ്ഞ് ഗുരു അയ്യപ്പനെ തിരിച്ചയച്ചു. വീട്ടിൽ വന്നിട്ടും ആലുവായ്ക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയായി അയ്യപ്പന്. അയ്യപ്പൻ തൻ്റെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു: മഹാഗുരു എന്നെ വിളിക്കുന്നു, ആ തൃപാദങ്ങളിൽ ചേരുവാൻ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ഗുരു സന്നിധിയിലെത്തി അയ്യപ്പൻ പിള്ള ശിഷ്യത്വം സ്വീകരിച്ചു. അങ്ങനെ അയ്യപ്പൻ പിള്ള സത്യവ്രത സ്വാമിയായി മാറുകയും ചെയ്തു. അങ്ങനെ മഹാഗുരുവിനോടുള്ള വൈരം ഭക്തിയായി മാറി. മഹാഗുരുവിൻ്റെ ഒരു നോട്ടം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ. അചഞ്ചലമായ ഗുരുഭക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും നമ്മെ ഭഗവത് പാദാരവിന്ദത്തിൽ ചേർക്കുന്നതുമാണ്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.